എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുകളായിട്ടാണ് ഞാനിത്. ഒത്തിരി ഇമ്പോർട്ടൻറ്റ്, എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ഒന്നോ രണ്ടോ ചോദ്യം ഉണ്ടായിരിക്കും. കാരണം ഓരോ സെക്ഷനാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ സ്കൂൾ ടെസ്റ്റ് കൊണ്ടുവന്നു, ഭരണഘടനയിലെ 9ാം ക്ലാസ്, 7ാം ക്ലാസ്, പിന്നെ ബയോളജി. ഒത്തിരി പേര് ബയോളജിയെ കുറിച്ചൊക്കെ കമന്റ് ഇട്ടായിരുന്നു. പിന്നെ ഇനി കെമിസ്ട്രി കൊണ്ടുവരണേന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂൾ ടെസ്റ്റ് ബേസ് വെച്ച് ചാപ്റ്ററുകളുടെ റിവിഷനും ഉണ്ട്. ഇന്ന് ഞാൻ നല്ലൊരു പോർഷനാണ്. കാരണം ഗാന്ധിജിയെ കുറിച്ച് മാക്സിമം PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ 10th ലെവൽ, 10th ലെവൽ, 12th ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്കൊക്കെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കറക്റ്റ് ഒരു ഓർഡർ പോർഷൻ ബേസ് വെച്ചാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അതിൽ തന്നെ മനസ്സിലാവും. കറക്റ്റ് കണക്ട് ചെയ്ത് വെച്ച് ഞാൻ കുറേ നല്ല ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേറെ എങ്ങും പോയി നപ്പാൻ ഇനി നോക്കണ്ട. എന്നാലും സ്കൂൾ ടെസ്റ്റ് ഒക്കെ കവർ ചെയ്യണം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതുമായി കണക്റ്റഡ് ആകുമ്പോൾ കുറച്ച് GK കൂടെ ഞാൻ റിവിഷൻ നടത്തി തരാം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ നല്ല എല്ലാവരും പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല രീതി വാശിയോടുകൂടി പോകട്ടെ. ഇതുപോലെ അങ്ങ് കട്ടയ്ക്ക് പോയാൽ മതി. വാശിയുണ്ടാവും മനസ്സിൽ. പിന്നെ പ്രാക്ടീസ് ചെയ്യണേ. കുറേ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തനിയെ എടുത്ത് OMR ചെയ്ത് ശീലിച്ച് എത്ര മാർക്ക് ആവുന്നു എന്ന് നോക്കുക. മാർക്ക് കയറി വരുന്നുണ്ടോ എന്ന് നോക്കുക. മൈനസുകൾ കുറയ്ക്കുക. അറിഞ്ഞുകൂടാത്തത് ഒട്ടും എഴുതരുത് എന്ന രീതി മനസ്സുറപ്പിക്കുക. അങ്ങനെയൊക്കെ കയറി വരുമെന്നേ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നേ. നിങ്ങളെ പോലുള്ളവർക്കല്ലേ കിട്ടണ്ടേ. ഈ പഠിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ കിട്ടണ്ടേ. പക്ഷെ പഠിക്കുന്ന കറക്റ്റ് ഓർഡർ ആകണം. അല്ലാതെ അറ്റവും മൂലം ഏതാണ്ട് കുറച്ചു നേരമൊക്കെ ഇന്ന് വായിച്ചു, ഞാൻ ഇന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട് എന്ന രീതിയിലാവരുത്. ഇന്ന പരീക്ഷയ്ക്ക് കിട്ടണം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ പരീക്ഷ അടുക്കട്ടെ, പരീക്ഷയുടെ ഡേറ്റ് ഒന്നും വന്നില്ലല്ലോ. ആ ഡേറ്റ് വരുന്ന സമയത്ത് ആ 2 മാസം ഞാൻ പൂർണ്ണമായും അങ്ങ് നിൽക്കും, പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയുന്നത്, സമയം ഇത്രയും തന്നിട്ട് അവസാനം കിടന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പനി പിടിച്ചു പോകും, നിങ്ങൾക്ക് വല്ല ആക്സിഡന്റ് സംഭവിച്ചു. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അല്ല, എന്തെങ്കിലും വന്നുപോയി, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, മാനസികമായി വിഷമം പറ്റുമോ. അപ്പം മുൻകൂട്ടി അങ്ങോട്ടുള്ള ദിവസങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത്. കാരണം എപ്പോഴാ കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവം തരുന്ന നല്ല സമയങ്ങളുണ്ടല്ലോ, ആ സമയത്ത് പഠിക്കാനുള്ളത് പഠിച്ചോ എന്നൊരു ചോദ്യം ചോദിക്കും. ആ സമയത്ത് നീ കറങ്ങി നടന്നിട്ട് പരീക്ഷ വരട്ടെ, പരീക്ഷ വരുമ്പോൾ നീ പഠിച്ചോളൂ എന്ന് പറയുന്ന മനസ്ഥിതി മാറ്റിവെക്കുക. പരീക്ഷ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് റിവിഷന്. പല തവണ റിവിഷൻ, അറിഞ്ഞുകൂടാത്ത ടോപ്പിക്കിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഇതൊക്കെയാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇപ്പൊ സെറ്റാക്കി വെക്കുക. അപ്പൊ നല്ലൊരു റിവിഷൻ സെക്ഷനുമായിട്ട് വന്നത് നല്ലൊരു ഓർഡറിലാണ്. ആദ്യം ഞാൻ ബേസ് ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നുണ്ട്. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ ബേസ്. എന്നാ ഗാന്ധിജി ജനിച്ചത് 1869 ഒക്ടോബർ 2 അല്ലെ. ഗാന്ധിജി ജനിച്ചത് എന്നു വെച്ചാൽ 1862 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2 1869 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് 1869 വേറൊരു ചോദ്യം. കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം വന്ന വർഷം ചോദിച്ചിട്ടില്ലേ. കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് 1869 വില്യം ബാർട്ടൺ. അപ്പൊ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ്? വില്യം ബാർട്ടൺ. ആയില്യം തിരുനാളിന്റെ കാലത്താണ് കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം വന്നത്. ആരുടെ കാലഘട്ടത്തിൽ? ആയില്യം തിരുനാളിന്റെ കാലത്ത്. ഏത് വർഷം? 1869. പിന്നുണ്ട് ആവർത്തന പട്ടിക കണ്ടുപിടിച്ച വർഷം. ആവർത്തന പട്ടിക നിലവിൽ വന്ന വർഷം എന്നാണ്? 1869. ആവർത്തന പട്ടികയുടെ പിതാവാരാ? മെൻഡലിയേഫ് അല്ലെ. ആവർത്തന പട്ടികയുടെ പിതാവാരാണ്? മെൻഡലിയേഫ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയാണ് അല്ലെ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാരാണ്? മോസ്ലി. അപ്പൊ ആവർത്തന പട്ടികയുടെ പിതാവാരാണ്? മെൻഡലിയേഫും. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാരാണ്? മോസ്ലിയുമാണ്. എന്നാ ആവർത്തന പട്ടിക വരുന്നത് 1869. ആവർത്തന പട്ടികയിലെ 1ാമത്തെ മൂലകം ഹൈഡ്രജൻ ആണ് അല്ലെ. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5. ഇങ്ങനെ നമ്മൾ പഠിക്കത്തില്ലേ. കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. ഇതൊക്കെ എത്ര മൂലകങ്ങളുണ്ട് ആവർത്തന പട്ടികയിൽ? 118 മൂലകം. അവസാനമായി കണ്ടുപിടിച്ചത് ഏതാ? ഒഖാനസൻ. 118 ഒഖാനസൻ. 117 ടെന്നിസൺ. 115 ഏതാണ്? മോസ്കോവിയം. 115 ഏതാണ്? മോസ്കോവിയം. ഇതൊക്കെ അങ്ങോട്ട് പോയാൽ ഞാൻ അങ്ങോട്ടങ്ങ് പോകും. നമുക്ക് തിരിച്ചു വരാം. അപ്പം കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം വന്ന വർഷം 1869. ആരാ ശില്പി? വില്യം ബാർട്ടൺ. ആരുടെ കാലം? ആയില്യം തിരുനാൾ. ആയില്യം തിരുനാൾ എന്ന് കേട്ടാൽ വേറൊന്നും ഇമ്പോർട്ടന്റ് ഉടനെ. തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം ഏത് വർഷം എന്ന് ചോദിച്ചിട്ടില്ലേ. ആ തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം അത് 4 വർഷം കുറച്ചാൽ മതി. 1865. അപ്പൊ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച
തിരുവിതാംകൂർ രാജാവാര ആയില്യം തിരുനാൾ ഏത് വർഷം 1865. അപ്പൊ 69 എന്താണ് കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം. അപ്പൊ 10 വർഷം ഒന്ന് കുറച്ച് നോക്കേ. 1859 ചാനാർ ലഹള. ചാനാർ ലഹള നടന്ന വർഷം എന്നാണ് 1859. ചാനാർ ലഹളയെ തുടർന്ന് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? ഉത്രം തിരുനാൾ അല്ലെ. ചാനാർ ലഹളയെ തുടർന്ന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവാരാണ്? ഉത്രം തിരുനാൾ. ഈ ഉത്രം തിരുനാളിന്റെ കാലത്താണ് കേരളത്തിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വരുന്നു, ആദ്യത്തെ കയർ ഫാക്ടറി വരുന്നു. ഇതൊക്കെ ഉത്രം തിരുനാളിന്റെ കാലത്തല്ലേ? കേരളത്തിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിലല്ലേ വന്നത്? 1857. കേരളത്തിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വന്നത് 1857 ആലപ്പുഴയിലാണ്. ആദ്യത്തെ കയർ ഫാക്ടറി വരുന്നതും ആലപ്പുഴയിലാണ് 1859 ജെയിംസ് ഡാറ അല്ലെ. ജെയിംസ് ഡാറയാണ് കയർ ഫാക്ടറി കൊണ്ടുവരുന്നത്. ഡാറാസ് മെയിൽ എന്നാണ് 1859. അപ്പം ഏത് ലഹളയാണ് 1859? ചാനാർ ലഹളയാണ് 1859. പോസ്റ്റ് ഓഫീസ് വന്നത് 57, കയർ ഫാക്ടറി വന്നത് എന്നാണ് 59. പരീക്ഷയ്ക്ക് 57 വേറൊന്നുണ്ട്. ഈ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാള. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 57 നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളാ പറയണ്ടേ. എന്നാ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റ് അല്ലെ. ഉത്തർപ്രദേശിലാണ് മീററ്റ്. നമുക്കൊരു സൂററ്റ് ഉണ്ട്, അത് ഗുജറാത്തിലാണ്. സൂററ്റ് ഗുജറാത്തിലും മീററ്റ് ഏതാണ്? മീററ്റ് ഉത്തർപ്രദേശിലും. 1857 റിവോൾട്ട് ഏറ്റവും കൂടുതൽ പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലാണ് അല്ലെ. ഉത്തർപ്രദേശിലല്ലേ ഏറ്റവും കൂടുതൽ പൊട്ടിപ്പുറപ്പെട്ടത്. വിപ്ലവത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് താമരയും ചപ്പാത്തിയും അല്ലേ. 1857 വിപ്ലവത്തിന്റെ ചിഹ്നം എന്ന് വിളിക്കുന്നത് താമരയും ചപ്പാത്തിയാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബാണ് അല്ലെ. ബുദ്ധി കേന്ദ്രമാരാണ്? നാനാ സാഹിബ്. വന്ധ്യ വയോധികൻ എന്ന് വിളിക്കുന്നത് കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യ വയോധികൻ എന്ന് വിളിക്കുന്നത് കൻവർ സിംഗ്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നും അംബാസിഡർ എന്നൊക്കെ വിളിക്കുന്നത് അസിമുള്ള ഖാനെയാണ്. പ്രവാചകൻ എന്നും അംബാസിഡർ എന്നൊക്കെ വിളിക്കുന്നത്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ഡേറ്റ് മറന്നു പോരുത്, മെയ് 10 ഡേറ്റ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഗാന്ധിജി ജനിച്ചത് എന്നാണ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലെ കീർത്തിമന്ദർ. പോർബന്ദറിലെ കീർത്തിമന്ദർ ആണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര് അല്ലെ. പോർബന്ദറിന്റെ പണ്ടത്തെ പേര് സുദാമപുരി എന്നതാണ്. സുദാമപുരി ഗുജറാത്തുകാരനാണ് ഗാന്ധിജി കേട്ടോ. ഉപ്പ്, നിലക്കടല, പരുത്തി ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ് അല്ലെ. ഉപ്പ്, നിലക്കടല, പരുത്തി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഈ ഗുജറാത്തിലല്ലേ ഗാന്ധിജിയുടെ സബർമതി ആശ്രമം. അത് നമുക്ക് അങ്ങോട്ട് വരും. അഹമ്മദാബാദ് എന്ന് വിളിക്കുന്ന സബർമതി ആശ്രമം ഈ ഗുജറാത്തിലല്ലേ. കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചിട്ടില്ലേ? കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. കടൽ തീരം കുറവ് ഗോവയ്ക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് കടൽ തീരം എവിടാന്ന് ചോദിച്ചാൽ ഗോവയാണ് നമ്മൾ പറയേണ്ടത്. ഗാന്ധിജിയുടെ അച്ഛന്റെ അമ്മയുടെ പേര് കരംചന്ദ് ഗാന്ധിയും പുത്തലീഫായും. ഭാര്യയുടെ പേര് നമുക്കറിയാം കസ്തൂർബ ഗാന്ധി. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വിടുന്നതേ ഉള്ളു. മക്കള് ഹരിലാൽ, രാംദാസ്, മണിലാൽ, ദേവ്ദാസ് അല്ലെ. ഗാന്ധിജി മരിച്ചതെന്ന 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചല്ലേ വെടിയേറ്റ് വീഴുന്നത്. 48 ജനുവരി 30. ഇത് ബേസ് ആയതുകൊണ്ട് ഫസ്റ്റ് പേജ് ബേസ് എഴുതിയെന്നേ ഉള്ളൂ. ഗാന്ധിജിയുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് ഡൽഹിയിലെ രാജ്ഘട്ട് അല്ലെ. ഡൽഹിയിലെ രാജ്ഘട്ട് ആരുടെ സമാധി സ്ഥലം? ഗാന്ധിജിയുടെ സമാധി സ്ഥലം. ഇത്രയാണ് ബേസ്. ഇനി രണ്ടാം ഘട്ടം നോക്കിയുടെ. രണ്ടാം ഘട്ടം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദിനങ്ങൾ ചോദിക്കാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ദിനമാണ്. 1 അന്താരാഷ്ട്ര അഹിംസാ ദിനം. ഒക്ടോബർ 2 2007 മുതൽ ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചതാണ്. അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ട് ഒക്ടോബർ 2 പ്രഖ്യാപിച്ചു. ആരുടെയാണ്? ഗാന്ധിജിയുടെ ജന്മദിനം. ഗാന്ധിജിയുടെ മരണദിനം നമ്മൾ എന്താ പറയുന്നത്? രക്തസാക്ഷി ദിനം ജനുവരി 30. രക്തസാക്ഷി ദിനം എന്നാണ് ജനുവരി 30. നമ്മൾ ജനുവരി 30 അല്ലാതെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണ്. കുഷ്ഠരോഗ നിവാരണ ദിനം എന്നെന്ന് ചോദിച്ചാൽ ജനുവരി 30 നമ്മൾ പറയണ്ടേ. ക്ഷയരോഗം എന്നാണ്. ക്ഷയരോഗം മാർച്ച് 24. ക്ഷയരോഗ നിവാരണ ദിനം മാർച്ച് 24. അവിടെ നമ്മൾ അടുപ്പിച്ച് പഠിക്കും. മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23, മാർച്ച് 24. അവിടെ നമ്മൾ പഠിക്കത്തില്ലേ? മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ നിവാരണ ദിനം അല്ലെ. മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം,
മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ഏതാണ്? ക്ഷയരോഗ നിവാരണ ദിനം അല്ലെ. അപ്പൊ രക്തസാക്ഷി ദിനം എന്നാണ് ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനവും ജനുവരി 30 കുഷ്ഠരോഗം, ലെപ്രാമിൻ ടെസ്റ്റും ഹിസ്റ്റാമിൻ ടെസ്റ്റും. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രോഗം ഏതെന്ന് ചോദിച്ചാൽ കുഷ്ഠമാ പറയണ്ടേ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രോഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കുഷ്ഠമാണ് പറയണ്ടേ. രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് ക്ഷയമാണ്. പക്ഷെ രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഹീമോഫീലിയാണ്. രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഹീമോഫീലിയാണ് നമ്മൾ പറയേണ്ടത്. ഓർത്തു വെച്ചിരിക്കണേ. ക്ഷയവുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് മാൻടോക്സ് ടെസ്റ്റ്. ക്ഷയം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ഏതാ? മാൻടോക്സ് ടെസ്റ്റ്. ക്ഷയത്തിന്റെ ചികിത്സ ഡോട്ട് ചികിത്സ ക്ഷയം. BCG വാക്സിൻ എടുക്കാറില്ലേ നമ്മൾ ജനിച്ച ഉടനെ? BCG വാക്സിൻ എടുക്കുന്നത് ക്ഷയവുമായി ബന്ധപ്പെട്ട. അപ്പൊ BCG വാക്സിൻ ഏത് രോഗമാണ്? ക്ഷയവുമായി ബന്ധപ്പെട്ടതാ. ക്ഷയത്തിന്റെ ചികിത്സ ഏതാ? ഡോട്ട് ചികിത്സ. ക്ഷയം നിർണ്ണയിക്കുന്ന ടെസ്റ്റാ മാൻടോക്സ് ടെസ്റ്റ് ആണ്. മാൻടോക്സ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ക്ഷയമല്ല, ഹീമോഫീലിയാണ്. പക്ഷെ രോഗങ്ങളുടെ രാജാവ് ഏതാ? ക്ഷയമാണ്. അപ്പൊ ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനവും നമ്മുടെ രക്തസാക്ഷി ദിനവും. പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9 2003 മുതലാണ് അത് ആചരിച്ചത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ കയറി ചോദിക്കാം. 2003 മുതൽ പ്രവാസി ഭാരതീയ ദിനം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഡേറ്റ് ജനുവരി 3. അടുത്ത സെക്ഷൻ ഏതാ? അദ്ദേഹത്തിന്റെ ആത്മകഥയെ കുറിച്ച് പറയാം. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. 1927 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഗുജറാത്തി ഭാഷയിലാണ്. ഗാന്ധിജിയുടെ ആ കാലഘട്ടം ചോദിച്ചാൽ 1869 1927 ആത്മകഥയിലെ കാലഘട്ടം ചോദിക്കാം. ആത്മകഥയിലെ കാലഘട്ടം 1869 മുതൽ 1927 വരെയാണ്. 21 വരെ. ഈ കാലഘട്ടം എത്രയാണ്? 21 വരെ എന്ന് പറയാം. ഇത് ഇംഗ്ലീഷിലേക്ക് എഴുതിയത് മഹാദേവ ദേശായിയാണ്. അപ്പൊ ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് എഴുതിയത്? ഗുജറാത്തി ഭാഷയിലാണ്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അത് ഇംഗ്ലീഷിലേക്ക് എഴുതിയത് മഹാദേവ ദേശായിയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ ബാരിസ്റ്റർ GP പിള്ള പഠിച്ചിട്ടുള്ളത്? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യമാരുടെയാ? ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിന്റെ നേതാവാര? ബാരിസ്റ്റർ GP പിള്ള. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാ? ബാരിസ്റ്റർ GP പിള്ള. INC-യുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയലിന്റെ നേതാവ്. ഇതൊക്കെ ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓർത്തു വെച്ചിരിക്കണേ. എഴുതിയത് ഏർവാഡ ജയിൽ പൂനെയിൽ വെച്ചാണ് ഈ ആത്മകഥ എഴുതുന്നത്. ഗുജറാത്തിൽ സത്യാന പ്രയാഗ എന്നാണ് ഈ കൃതി അറിയപ്പെടുന്നത്. ഇത്രയാണ് ഗാന്ധിജിയുടെ ആത്മകഥയെ കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഗാന്ധിജിയുടെ പത്രങ്ങളും മാസികകളും നോക്കാം. ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ആദ്യമായി ആരംഭിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഒരു പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ 1904 നവജീവൻ എന്ന പത്രം ഗുജറാത്തി ഭാഷയിൽ 1918 കൊണ്ടുവന്നിട്ടുണ്ട്. യങ് ഇന്ത്യ എന്ന പത്രം ഇംഗ്ലീഷിൽ 1919 കൊണ്ടുവന്നിട്ടുണ്ട്. ഹരിജൻ എന്ന മാസിക 1933 ഗാന്ധിജി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ ഇതൊക്കെ ആരുടെയാണ്? ഗാന്ധിജിയുടെ. ഇന്ത്യൻ ഒപ്പീനിയന്റെ വർഷം തെറ്റരുത്. 1904 ചോദിച്ച ചോദ്യമാണ്. 7ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട്. 4 ദക്ഷിണാഫ്രിക്കയിലാണ്. നവജീവനും യങ് ഇന്ത്യയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ. നവജീവൻ ഗുജറാത്തി ഭാഷയിലും യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. അടുത്ത സെക്ഷൻ നോക്കേ. ആദ്യത്തെ കൃതിയാണ് ഹിന്ദു സ്വരാജ്. വെരി ഇമ്പോർട്ടന്റ് കൊടുത്തേരെ. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതിയുടെ പേര് പ്രസിദ്ധീകരിച്ച വർഷം സ്കൂൾ ടെസ്റ്റിലുണ്ട്. 1909 ഹിന്ദു സ്വരാജ്. എന്താണ് ഇതിലെ കാഴ്ചപ്പാടുകൾ? ഇതിലെ കാഴ്ചപ്പാടുകളെല്ലാം എന്റേതാണ്, എന്നാൽ എന്റേത് മാത്രമല്ല എന്ന് ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൃതി ഏത്? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാ. ഇതിലെ കാഴ്ചപ്പാടുകളെല്ലാം എന്റേതാണ്, എന്നാൽ എന്റേത് മാത്രമല്ല എന്ന് ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൃതി ഏതാണ്? ഹിന്ദു സ്വരാജ് ആണ്. ലണ്ടനിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലെ കിൽഡോണ കാസിൽ എന്ന കപ്പൽ യാത്രയിലാണ് ഈ കൃതി ഇദ്ദേഹം രചിക്കുന്നത്. ഗാന്ധിജിയുടെ നയപ്രഖ്യാപന രേഖ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതെന്ന് ചോദിച്ചാൽ ഹിന്ദു സ്വരാജ്. ഇതൊക്കെ സ്കൂൾ ടെസ്റ്റിലെ, പുതിയ 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലെ വരികളാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതാണ്? ഹിന്ദു സ്വരാജ്. 1909 ഇത് പ്രസിദ്ധീകരിച്ചത്. എന്താണ് അതിലെ പ്രധാന വാചകം? ഇതിലെ കാഴ്ചപ്പാടുകളെല്ലാം എന്റേതാണ്, എന്നാൽ എന്റേത് മാത്രമല്ല എന്ന ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൃതി
കൃതി ഹിന്ദു സ്വരാജ് ആണ്. ലണ്ടനിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലെ കിൽഡോണ കാസിൽ എന്ന കപ്പൽ യാത്രയിലാണ് ഈ കൃതി രചിച്ചത്. ഗാന്ധിജിയുടെ നയപ്രഖ്യാപന രേഖ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതിയും ഏതാണ്? ഹിന്ദു സ്വരാജ് ആണ്. ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1909. അടുത്ത സെക്ഷൻ ഏതാന്ന് നോക്കെ. ഗാന്ധിജിയുടെ പ്രധാന സമരങ്ങൾ ഏതൊക്കെ? ആദ്യ സത്യാഗ്രഹം 1906 ദക്ഷിണാഫ്രിക്ക. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക 1906. അതുകൊണ്ട് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിക്കുന്നത് ഏതാ? ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ്. ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ പണിമുടക്ക് 18 ഗുജറാത്തിലാണ്. ഈ ഖേദ സത്യാഗ്രഹം 18 ഗുജറാത്തിൽ തന്നെ അദ്ദേഹം മറ്റൊരു സമരം അവിടെ നടത്തിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവയ്പ് എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം 19 റൗലറ്റ് സത്യാഗ്രഹമാണ്. ഏതൊക്കെ പഠിച്ചടെ? ആദ്യ സത്യാഗ്രഹം 1906 ദക്ഷിണാഫ്രിക്കയിൽ, ആദ്യ ഇന്ത്യയിലെ സത്യാഗ്രഹം 17 ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ, ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ പണിമുടക്ക് 18, ഖേദ സത്യാഗ്രഹം 18 ഗുജറാത്തിൽ തന്നെ. ആ ഖേദ സത്യാഗ്രഹത്തിന് ഇങ്ങനെ ചോദിക്കാം, ഗാന്ധിജിയുടെ ആദ്യ നികുതി നിഷേധത്തിന് വേണ്ടിയുള്ള സമരം ഏത്? നികുതി നിഷേധത്തിന് വേണ്ടി ഗാന്ധിജി, അങ്ങോട്ട് എഴുതിയിട്ടുണ്ട് ഞാനത്. ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവയ്പ് എന്നറിയപ്പെടുന്നത് 19 റൗലറ്റ് സത്യാഗ്രഹമാണ്. ഇനി ഇതാ വെരി വെരി ഇമ്പോർട്ടന്റ് 3 സെക്ഷൻ എഴുതിയേക്കുന്നുണ്ടോ? ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച 3 ജനകീയ സമരങ്ങൾ ഏതൊക്കെ? ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച 3 ജനകീയ സമരങ്ങൾ അല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം ഏത്? 1 ആദ്യ ജനകീയ സമരം നിസ്സഹകരണ പ്രസ്ഥാനം 1920. രണ്ടാമത്തെ ഗാന്ധിജിയുടെ ജനകീയ സമരം നിയമലംഘന പ്രസ്ഥാനം 1930. മൂന്നാമത്തെ ജനകീയ സമരം ക്വിറ്റ് ഇന്ത്യ സമരം 1942. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യ ജനകീയ സമരം നിസ്സഹകരണ പ്രസ്ഥാനം 20, നിയമലംഘന പ്രസ്ഥാനം 30, ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ് 42. ഗാന്ധിജിയും വട്ടമേശ സമ്മേളനവും അടുത്ത സെക്ഷൻ നോക്കാം. എന്നാണ് ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പോയത്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ. ഏത് ഉടമ്പടി പ്രകാരം? ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി വരുന്നത്. ഇത് പ്രകാരമാണ് ഗാന്ധിജി എവിടെ പോയത്? വട്ടമേശ സമ്മേളനത്തിൽ പോയത്. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലങ്ങൾ 2 എണ്ണമാണ്. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചു, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലൂടെ കിട്ടിയത്. എന്താണ്? ചിലപ്പോൾ അങ്ങനെ സ്കൂൾ ടെസ്റ്റ് കിടക്കുന്നതാണ്, 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലെ പോയിന്റ്. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലങ്ങൾ ഏതൊക്കെ? എന്തൊക്കെയാണ്? 1 ഗാന്ധിജി ആരംഭിച്ച നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചു. 2 ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓക്കെ, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി 1931 പങ്കെടുത്തത്. ഗാന്ധിജിയുടെ ഉപദേശകനായിട്ട് പോയത് മദൻ മോഹൻ മാളവ്യ. അപ്പൊ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിട്ട് പോയത് ആരാണ്? മദൻ മോഹൻ മാളവ്യ. ഗാന്ധിജിയുടെ കൂടെ പോയ വനിതാ പ്രതിനിധി സരോജിനി നായിഡു. വനിതാ പ്രതിനിധി ആരാണ്? സരോജിനി നായിഡു. ഗാന്ധിജിയുടെ കൂടെ പോയ നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധി സർദാർ KM പണിക്കരായിരുന്നു. മലയാളിയായ നമ്മുടെ സർദാർ KM പണിക്കരാണ് ഗാന്ധിജിയോടൊപ്പം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധിയായി പോയത്. പോയ കപ്പൽ SS രജപുത്താന എന്ന കപ്പലിലാണ് ഇദ്ദേഹം പോകുന്നത്. ഇദ്ദേഹം ഒരു ആടിനെയൊക്കെ കൊണ്ടുപോയി, ഓർമ്മയുണ്ടോ? നിർമ്മല എന്ന അദ്ദേഹത്തിന്റെ വളർത്ത് ആടിനെയൊക്കെ ഇദ്ദേഹം ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഗാന്ധിജിയും INC. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനമായിരുന്നു. പങ്കെടുത്തത് കേട്ടോ, ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INCയുടെ സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. DE വാച്ച എന്ന് പറയുന്ന ആളാണ് ആ സമയത്ത് INCയുടെ പ്രസിഡന്റ്. ഗാന്ധിജി INCയിൽ പ്രസിഡന്റ് ആയത് ഒരേ ഒരു വർഷമേ ഉള്ളൂ, 1924 ബെൽഗാം സമ്മേളനം. അപ്പൊ ഗാന്ധിജി INCയുടെ പ്രസിഡന്റ് ആയ ഒരേ ഒരു വർഷം 24 ബെൽഗാം സമ്മേളനം. ഇനി ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം ചോദിക്കും. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് 1940 ആദ്യമായിട്ട് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് ഇരുത്തിയത് വിനോബാ ഭാവെ. പൗനാറിലെ സന്യാസി, ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര് എന്നൊക്കെ ചോദിച്ച വിനോബാ ഭാവെയിലെ. അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ വ്യക്തി സത്യാഗ്രഹത്തിന് ആദ്യമായി തെരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? വിനോബാ ഭാവെ. രണ്ടാമതായിട്ട് ഇരുത്തിയത് ജവഹർലാൽ നെഹ്റുവിനെയും മൂന്നാമതായിട്ട് ഇരുത്തിയത് ബ്രഹ്മദത്തിനെയാണ്. 3 പേരെ ഇരുന്നുള്ളൂ, പിന്നീട് അത് നിർത്തിവെച്ച അദ്ദേഹം. അപ്പൊ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തെരഞ്ഞെടുത്ത 3 വ്യക്തികൾ ആരൊക്കെയാ? 1 വിനോബാ ഭാവെ, 2 ജവഹർലാൽ നെഹ്റു,
3 ബ്രഹ്മദത്ത്. എന്നാ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് 40-ലാണ്. കേരളത്തിൽ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തെരഞ്ഞെടുത്തത് നമ്മുടെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനെയാണ്. കേരളത്തിൽ വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഏറ്റെടുത്തത് ആരെയാണ്? കെ കേളപ്പനെയാണ്. ഇനി ഗാന്ധിജിയുടെ ആശ്രമങ്ങൾ നോക്കാം. ഗാന്ധിജിയുടെ ആശ്രമമാണ് ഒന്നാമത്തത് സബർമതി ആശ്രമം. 1915 അഹമ്മദാബാദിലാണ് ഇതുള്ളത്. രണ്ടാമത്തെ ഗാന്ധിജിയുടെ ആശ്രമം സേവാഗ്രാം ആശ്രമം 1936 മഹാരാഷ്ട്രയിലാണ്. അത് രണ്ടും ചോദിക്കാം. അപ്പൊ സബർമതി ആശ്രമം 15 അഹമ്മദാബാദിൽ വന്നു. സേവാഗ്രാം ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. 36 മഹാരാഷ്ട്രയിലാണ്. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഗാന്ധിജി അല്ലേ? ഓക്കെ, ഇനി നല്ലൊരു പോയിന്റ് ഇതാ നടക്കുന്നുണ്ടോ? ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോ 3 പ്രാവശ്യം സന്ദർശിച്ച ആശ്രമമുണ്ട്. അത് പാലക്കാട് ജില്ലയിലെ ശബരി ആശ്രമമാണ്. അപ്പൊ ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പം 3 പ്രാവശ്യം സന്ദർശിച്ച കേരളത്തിലെ ആശ്രമം ഏതാണ്? പാലക്കാട് ജില്ലയിലെ ശബരി ആശ്രമമാണ്. കേരളത്തിന്റെ സബർമതി എന്ന വിശേഷണവും ആർക്കാണ്? ശബരി ആശ്രമത്തിനാണ്. നല്ലൊരു പോയിന്റ്. ഇനി ഗാന്ധിജിയുടെ 2 വിദ്യാഭ്യാസ പദ്ധതികൾ ഏതൊക്കെ? ഒന്ന്, ഗാന്ധിജിയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി വാർധ പദ്ധതി 37 വന്നു. ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി നയീ തലീം പദ്ധതിയാണ്. 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണം എന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് 1937 പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിയുടെ 2 വിദ്യാഭ്യാസ കമ്മിറ്റികൾ ഏതൊക്കെയാണ്? ഒന്ന് വാർധ പദ്ധതി, 2 നയീ തലീം വിദ്യാഭ്യാസ പദ്ധതി. വാർധ പദ്ധതി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയും 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തത് നയീ തലീം പദ്ധതിയുമാണ്. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് പഠിച്ച കമ്മിറ്റി ഏതാ? സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഇനി ഗാന്ധിജിയുടെ 2 ശിഷ്യമാർ പ്രധാനമായിട്ടും ഒന്ന് മീരാബെന്നും 2 സരളാബെന്നും. അപ്പൊ ഗാന്ധിജിയുടെ 2 ശിഷ്യന്മാരൊക്കെയാണ് മീരാബെന്ന്. ഗാന്ധിജി കൊടുത്ത പേരാ മീരാബെൻ. യഥാർത്ഥ പേര് മാഡലിൻ സ്ലൈഡ് എന്നതാണ്. സരളാബെന്നിന്റെ യഥാർത്ഥ പേര് കാതറിൻ മേരി ഹെയിൽമാൻ. കാതറിൻ മേരി ഹെയിൽമാൻ. ഗാന്ധിജിയുടെ മാനസപുത്രിമാർ എന്നൊക്കെയാണ്, ഇംഗ്ലീഷ് മാനസപുത്രിമാർ എന്നൊക്കെയാണ് ഇവരെ വിളിക്കുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ പ്രധാന 2 ശിഷ്യമാർ ആരൊക്കെയാണ്? മീരാബെന്നും സരളാബെന്നും. മീരാബെന്നിന്റെ യഥാർത്ഥ നാമമൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. മാഡലിൻ സ്ലൈഡ് ആണ്. അടുത്ത നോക്കെ, ഗാന്ധിജിയുടെ 2 ആശയങ്ങൾ ഏതൊക്കെ? ഗ്രാമ സ്വരാജ് എന്ന ആശയം ഇന്ത്യക്ക് കൊടുത്തത് ഗാന്ധിജിയാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ഇന്ത്യയിൽ കൊണ്ടുവന്നതും ആരാണ്? ഗാന്ധിജി. ഗ്രാമ സ്വരാജ് എന്ന ആശയവും ട്രസ്റ്റിഷിപ്പ് എന്ന ആശയവും ഗാന്ധിജിയാണ് നടപ്പിലാക്കിയത്. അടുത്ത നോക്കെ, ഗാന്ധിയും പ്രിയപ്പെട്ടവരും. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു. അപ്പൊ രാഷ്ട്രീയ ഗുരു എപ്പോഴും ചോദിക്കും. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും ആത്മീയ പിൻഗാമി നമ്മുടെ വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? സി രാജഗോപാലാചാരി. അടുത്ത നോക്കാം നല്ലൊരു പോയിന്റിലേക്ക്. പൂന ഉടമ്പടി ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് പൂന ഉടമ്പടി? 1932 സെപ്റ്റംബർ 24-നാണ് പൂന ഉടമ്പടി. ആരൊക്കെ തമ്മിലാ? ഗാന്ധിജിയും BR അംബേദ്കറും തമ്മിലാണ് പൂന ഉടമ്പടി. അപ്പൊ പൂന ഉടമ്പടി ആരൊക്കെ തമ്മിൽ? ഗാന്ധിജിയും BR അംബേദ്കറും. ഏത് വർഷമാണ്? 32 സെപ്റ്റംബർ 24-ന്. ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ പ്രതിനിധിയായ മദൻ മോഹൻ മാളവ്യാണ്. അപ്പൊ പൂന ഉടമ്പടി ആരൊക്കെ തമ്മിൽ എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയും BR അംബേദ്കറും. പക്ഷെ ഉടമ്പടിയിൽ ഗാന്ധിജിയുടെ പ്രതിനിധിയായ മദൻ മോഹൻ മാളവ്യയും BR അംബേദ്കറുമാണ് ഒപ്പുവെച്ചത്. എന്താണ് പൂന ഉടമ്പടി? കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഒരു ഉടമ്പടിയാണ്. ഹരിജനങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ച കമ്മ്യൂണൽ അവാർഡിനെതിരെ മരണം വരെ നടത്തിയ ഉപവാസം അവസാനിപ്പിക്കാൻ കാരണമായ ഒരു ഉടമ്പടിയാണ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ ഒരു അവാർഡായിരുന്നു കമ്മ്യൂണൽ അവാർഡ്. അത് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടിയാണ് പൂന ഉടമ്പടി. അടുത്തത് ഗാന്ധി സിനിമയെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കും. ഗാന്ധി സിനിമ പുറത്തിറങ്ങിയത് 1982-ലാണ്. ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റംബറോ. അപ്പൊ ഗാന്ധി സിനിമ പുറത്തിറങ്ങിയത് 82-ൽ. ഗാന്ധിയുടെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആറ്റംബറോ. ഗാന്ധി സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയത് 83-ൽ. 8 ഓസ്കാർ അവാർഡ് കിട്ടി. അപ്പൊ ഗാന്ധി സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയ വർഷം 83-ൽ 8 ഓസ്കാർ അവാർഡ് ലഭിച്ച ഇന്ത്യ. ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഒരു ഇന്ത്യക്കാരിക്ക്. വസ്ത്രാലങ്കാരത്തിന്
ബാനു അത്തയ്യ. അപ്പൊ ഗാന്ധി സിനിമയിലൂടെ ഓസ്കാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ബാനു അത്തയ്യ. ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച സിനിമ എന്ന് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ സിനിമയും ഗാന്ധി സിനിമയായിരുന്നു. ഏറ്റവും കൂടുതൽ ഗാന്ധി സിനിമയിൽ ഗാന്ധിയായി വേഷമിട്ടത് ബെൻ കിങ്സ്ലി, കസ്തൂർബ ഗാന്ധിയായിട്ട് വേഷമിട്ടത് രോഹിണി ഹത്തങ്കടി, നെഹ്റുവായിട്ട് വേഷമിട്ടത് റോഷൻ സേത്ത്, സർദാർ പട്ടേലായിട്ട് വേഷമിട്ടത് സയ്യിദ് ജഫ്രിയാണ്. ഇത് നാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റംബറോ, ഗാന്ധിയായിട്ട് വേഷമിട്ടത് ആരാണ്? ബെൻ കിങ്സ്ലി, കസ്തൂർബ ഗാന്ധിയായിട്ട് രോഹിണി ഹത്തങ്കടി, നെഹ്റുവായിട്ട് റോഷൻ സേത്ത്, സർദാർ പട്ടേലായിട്ട് സയ്യിദ് ജഫ്രി. എന്നാ ഗാന്ധി സിനിമ പുറത്തിറങ്ങിയത് 82-ൽ. ഗാന്ധിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത് 83-ലാണ്. ഇന്ത്യക്കാരി ആരാണ് ഗാന്ധി സിനിമയിലൂടെ ഓസ്കാർ? വസ്ത്രാലങ്കാരത്തിന് ബാനു അത്തയ്യാണ്. ഗാന്ധി സിനിമയുമായി ബന്ധപ്പെട്ട് 8 ഓസ്കാറുകൾ ലഭിച്ചു അല്ലെ? ഗാന്ധി സിനിമയുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കെ, ഗാന്ധിയെ വിശേഷിപ്പിച്ചവർ എന്തൊക്കെയാന്ന് നോക്കാം. ഗാന്ധിജി അങ്ങോട്ട് എന്തൊക്കെ കൊടുത്തു നോക്കാം. ബർദോളി സത്യാഗ്രഹം നടത്തിയതിന് സർദാർ പട്ടേലിന് സർദാർ എന്ന ബഹുമതി കൊടുത്തു. എന്നായിരുന്നു ബർദോളി സത്യാഗ്രഹം? 1928-ൽ ബർദോളി സത്യാഗ്രഹം നടത്തിയതിന് സർദാർ പട്ടേലിന് എന്ത് കൊടുത്തു? സർദാർ എന്ന ബഹുമതി കൊടുത്തത് ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നും ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. അപ്പം സർദാർ പട്ടേലിന് സർദാർ എന്ന ബഹുമതി കൊടുത്തത് ഗാന്ധിജി, നമ്മുടെ അയ്യങ്കാളിക്ക് പുലേ രാജ എന്ന് കൊടുത്തത് അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിളിച്ചത് ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നും ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നും വിളിച്ചതും ആരാണ്? ഗാന്ധിജിയാണ്. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജിയാണ്. ഇനി ഗാന്ധിജിയെ BR അംബേദ്കറിനെ ചരിത്രത്തിൽ മറക്കാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. എന്റെ ഏറ്റവും വലിയ താങ്ങ് വീണുപോയി എന്ന് ബാലഗംഗാധര തിലകന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ പറഞ്ഞതും ഗാന്ധിജിയാണ്. അപ്പം ഇത് നല്ലൊരു പോയിന്റ് ആണ്. എന്റെ ഏറ്റവും വലിയ താങ്ങ് വീണുപോയി എന്ന് ആരുടെ മരണവാർത്ത അറിഞ്ഞപ്പോഴാണ് പറഞ്ഞത്? ബാലഗംഗാധര തിലകന്റെ വാർത്ത അറിഞ്ഞപ്പോ. ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും എന്ന് എനിക്കറിയാം. നെഹ്റുവിനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞതാണ്. ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും എന്ന് ആരെ കുറിച്ചാണ് ഗാന്ധിജി പറഞ്ഞത്? നെഹ്റുവിനെ കുറിച്ച്. ഇനി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിളിച്ചതാരാ? ഗാന്ധിജി. അതെന്റെ അമ്മയാകുന്നു എന്ന് ഗാന്ധിജി വിളിച്ചത് ഭഗവത്ഗീതയാണ് അതെന്റെ അമ്മയാകുന്നു എന്ന് വിളിച്ചത്. കോടതിയുടെ ഗർജിക്കുന്ന സിംഹം എന്ന് ഫിറോസ് ഷാ മേത്തെ വിളിച്ചത് ഗാന്ധിജിയാണ്. അപ്പൊ ഫിറോസ് ഷാ മേത്തയുടെ വിശേഷം കണ്ടോ? കോടതിയുടെ ഗർജിക്കുന്ന സിംഹം എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഫിറോസ് ഷാ മേത്ത എന്ന് വിളിച്ചതാര്? ഗാന്ധിജിയാണ്. അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് മദർ ഇന്ത്യ എന്ന പുസ്തകത്തെ പറഞ്ഞു രാജർഷി എന്ന് വിളിച്ചത് പുരുഷോത്തം ദാസ് ടണ്ടനെ രാജർഷി എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. ഇത്തിരി നല്ല ക്വസ്റ്റ്യൻ ഉണ്ട്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന ക്ഷേത്രപ്രവേശനത്തെ വിളംബരത്തെ വിളിച്ചു. അത് എന്റെ അമ്മയാണെന്ന് ഭഗവത്ഗീതയെ വിളിച്ചു. കോടതിയുടെ ഗർജിക്കുന്ന സിംഹം എന്ന് ഫിറോസ് ഷാ മേത്തയെ വിളിച്ചു. അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് മദർ ഇന്ത്യ എന്ന പ്രശസ്ത പുസ്തകത്തെ വിളിച്ചു. രാജർഷി എന്ന പുരുഷോത്തം ദാസ് ടണ്ടനെ വിളിച്ചതും ആരാ? ഗാന്ധിജി. അടുത്തത് ഗാന്ധിജിയും ഉപ്പ് സത്യാഗ്രഹവും നോക്കാം. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി നടത്തിയതാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം. ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് 1930 മാർച്ച് 12-നാണ്. 78 അനുയായികളുണ്ട്. അതിൽ 4 മലയാളികൾ ഉണ്ടായിരുന്നു. എത്തിച്ചേർന്നത് 1936 ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പം ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് എന്താണ്? 30 മാർച്ച് 12-ന്. അവിടെ എത്തിച്ചേർന്ന് ഉപ്പ് നിയമം ലംഘിച്ചത് 30 ഏപ്രിൽ 6-ന്. അന്ന് പാടിയ പാട്ട് ഏതാണ്? ഉപ്പ് സത്യാഗ്രഹത്തിന് പാടിയത് രഘുപതി രാഘവ രാജാറാം അല്ലെ? വിഷ്ണു ദിഗംബർ പുരസ്കാർ ആണ് ഇതിന് സംഗീതം കൊടുക്കുകയും ലക്ഷ്മണാചാര്യ ഇത് എഴുതുകയും ചെയ്തു എന്നാ പറയാറുള്ളത്. അപ്പൊ രഘുപതി രാഘവ രാജാറാം എഴുതിയത് ലക്ഷ്മണാചാര്യ, ഇതിന് സംഗീതം കൊടുത്തത് വിഷ്ണു ദിഗംബർ പുരസ്കാർ. എത്ര പേരുണ്ടായിരുന്നു? 78 അനുയായികൾ. മൊത്തം എത്ര പേർ? 79 എന്ന് പറയണേ. ഗാന്ധിജിയോടൊപ്പം എന്ന് ചോദിച്ചാൽ 78. ഉപ്പ് സത്യാഗ്രഹത്തിൽ എത്ര പേര്? ദണ്ഡി യാത്രയിൽ എത്ര പേര്?
379. 385 കിലോമീറ്റർ സഞ്ചരിച്ചാണ് അവർ ദണ്ഡി കടപ്പുറത്തെത്തിയത്. ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഇത് ഏറ്റെടുത്തത് അബ്ബാസ് തിയാബ്ജിയാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഉപ്പ് സത്യാഗ്രഹം ഏറ്റെടുത്തത് അബ്ബാസ് തിയാബ്ജി. ദണ്ഡി യാത്ര റിപ്പോർട്ട് ചെയ്ത ദൃക്സാക്ഷിയായ അമേരിക്കൻ പത്രപ്രവർത്തകന്റെ പേര് വെബ് മില്ലർ. മറന്നുപോരുതേ, സ്കൂൾ ടെസ്റ്റ് ഉണ്ട്, 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ ഉള്ള പോയിന്റ്. ദണ്ഡി യാത്ര റിപ്പോർട്ട് ചെയ്ത ദൃക്സാക്ഷിയായ അമേരിക്കയുടെ പത്രപ്രവർത്തകൻ വെബ് മില്ലർ. ഒന്നുകിൽ ലക്ഷ്യം തേടി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ദണ്ഡി യാത്രയിൽ പുറപ്പെടുമ്പോൾ ഗാന്ധിജി പറഞ്ഞ വാചകമാണ്. ഒന്നുകിൽ ലക്ഷ്യം തേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിൽ സംഭാവന നൽകും. ദണ്ഡി യാത്രയിൽ പുറപ്പെടുന്നതിന് മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാചകങ്ങളാണ്. ഇനി ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത 4 മലയാളികളുടെ പേര് പഠിച്ചേരെ. നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണൻ, ഓർമ്മയുണ്ടോ? ഡൽഹി ഗാന്ധി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണൻ നായർ, മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. ഇത്രയും പേരാണ് പങ്കെടുത്ത മലയാളികൾ എന്ന് പറയുന്നത്. ഇനി ഗാന്ധിജിയുടെ കേരള സന്ദർശനം. എത്ര വർഷത്തോടെ ഗാന്ധിജി വന്നത്? 5 തവണ വന്നു. 20, 25, 27, 34, 37. 20, 25, 27, 34, 37. ആദ്യമായി വന്നത് 20 ഓഗസ്റ്റ് 18 കോഴിക്കോടാണ് ആദ്യമായിട്ട് വരുന്നത്. കൂടെ ആദ്യ കൂട്ടത്തിൽ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുമ്പോൾ മൗലാന ഷൗക്കത്ത് അലിയും കൂടെ ഉണ്ടായിരുന്നു. ഖിലാഫത്ത് പ്രചരണവും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. കോഴിക്കോട് അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കെ മാധവൻ നായരാണ്. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷം 20 ഓഗസ്റ്റ് 18 കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാര? മൗലാന ഷൗക്കത്ത് അലി. രണ്ടാമത് വരുന്നത് 25 സേതു ലക്ഷ്മിഭായിയുടെ കാലത്ത് വരുന്നത്. അന്നാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. വർക്കലയിലെ ശിവഗിരി മഠം, വനജാക്ഷി മന്ദിരം, വനജാക്ഷി, ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളേ, വനജാക്ഷി മന്ദിരത്തിൽ വെച്ചാണ് ആരെ കാണുന്നത്? ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. അപ്പം ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം എന്നാണ് 1925 ഇവിടെ വെച്ച ശിവഗിരിയിലെ വനജാക്ഷി മന്ദിരത്തിൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം, മൂന്നാമതായിട്ട് വന്നത് എന്നാണ്? മൂന്നാമത് വരുന്നത് 27 ദക്ഷിണേന്ത്യൻ പര്യടനം എന്ന് പറഞ്ഞു വന്നു, വള്ളത്തോളിനെ കാണുകയൊക്കെ ചെയ്തു. നാലാമത് വന്നത് 34 ഹരിജന ഫണ്ട് പിരിക്കൽ. അന്നാണ് വടകരയിൽ വെച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ ഒരു വനിത, കൗമുദി ടീച്ചർ എന്ന് പറയുന്ന ആ വനിത, ആ പെൺകുട്ടി വടകരയിൽ വെച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് ഇതിന്റെ സമരത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ കൊടുത്തു. ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം പഠിച്ചേരെ 37 ജനുവരി 12. ക്ഷേത്രപ്രവേശന വിളംബരം തുടർന്ന് വന്നു. അയ്യങ്കാളിയെ കണ്ട വർഷം. കണ്ടോ, ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് 25 അയ്യങ്കാളിയെ കണ്ടത് 37 ഒരു തീർത്ഥാടനം എന്ന് പറഞ്ഞ് വന്നത് ഇതിലായിരുന്നു. ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് ഗാന്ധിജി അവസാനമായിട്ട് വന്നത്. 20, 25, 27, 34, 37. അടുത്ത ഓക്കെ, ഗാന്ധിജിയെ വിശേഷിപ്പിച്ചവർ. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ ആണ്. ഗാന്ധിജി ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജിയെ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഗാന്ധിജിയെ ബാപ്പുജി എന്ന് വിളിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിച്ചത് സരോജിനി നായിഡു ആണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയെ ബാപ്പുജി എന്ന് വിളിച്ചത് ആദ്യമായിട്ട് നെഹ്റു. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിച്ചത് സരോജിനി നായിഡു. ഇനിയുണ്ട്, ഗാന്ധിജി എന്റെ ഏകാംഗ സേനയാണെന്ന് പറഞ്ഞത് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. പിന്നെ ഗാന്ധിജിയുടെ മരണത്തിൽ സമയത്ത് മജ്ജയും മാംസവുമുള്ള ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. മജ്ജയും മാംസവുമുള്ള ഇങ്ങനൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞത് നമ്മുടെ എഴുത്തുകാരനായ ബെർണാഡ് ഷായാണ്. പിന്നെ ഗാന്ധിജിയുടെ മരണവാർത്ത സമയത്ത് പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോ ജവഹർലാൽ നെഹ്റു പറഞ്ഞതാ. പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഈ പോയിന്റുകളൊക്കെ LGS പരീക്ഷയ്ക്ക് പ്രിലിംസിനൊക്കെ ചോദിക്കാം. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട വാചകങ്ങൾ ഏതൊക്കെ? ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്, സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ്, കിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആരുടെ മുദ്രാവാക്യം? ഗാന്ധിജിയുടെ. 1948 വന്ന
ക്രിപ്സ് മിഷനെ തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് വിളിച്ചു. 42 വന്ന ക്രിപ്സ് മിഷനെ തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് വിളിച്ചു. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആയിരിക്കണമെന്നും ഇന്ത്യ അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്ന് അഭിപ്രായപ്പെട്ടതും ആരാണ്? ഗാന്ധിജിയാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇനിയുണ്ട് താണ്ടെ, ഈ അസ്പൃശ്യത നിലനിന്നിരുന്നാൽ ഹിന്ദു മതം മരിക്കും. അതായത് ഐത്തം, അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും. അധികാരത്തിനെതിരെ കരുതിയിരിക്കുക, അത് ദുഷിപ്പിക്കും. ആരുടെ വാചകം? അധികാരത്തിനെതിരെ കരുതിയിരിക്കുക, അത് ദുഷിപ്പിക്കും, ഗാന്ധിജിയുടെ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല. മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല. ഇതാരുടെ വാചകം? ഗാന്ധിജിയുടെ. ഇനി ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഗാന്ധിജി എന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്? 1893. 1893 ദക്ഷിണാഫ്രിക്കയിൽ കച്ചവടം നടത്തിയിരുന്ന സേട്ട് അബ്ദുള്ളയുടെ കേസുകൾ വാദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. 7ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ ഇതെല്ലാം ഉണ്ട്. സേട്ട് അബ്ദുള്ളയുടെ കേസുകൾ വാദിക്കാനായിട്ട് ഏത് വർഷമാണ് എത്തുന്നത്? 1893. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിക്കുന്നതും ദക്ഷിണാഫ്രിക്കയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാ? ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ആദ്യ സത്യാഗ്രഹം എന്ന 1906 അപ്പം ഇനി ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏത് വർഷം? ദക്ഷിണാഫ്രിക്കയിൽ 1906 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ 2ാം ബുബർ യുദ്ധകാലത്ത് സേവനം അനുഷ്ഠിച്ചിരുന്നായിരുന്നു. അവരെ സേവനം നടത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഗാന്ധിജിക്ക് നൽകിയ ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ് ബഹുമതി, അല്ലെ? ദക്ഷിണാഫ്രിക്കയിൽ 2ാം ബുബർ യുദ്ധ സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിച്ചവർക്കൊക്കെ സേവനം നടത്തിയതിന് ഗാന്ധിജിക്ക് കൊടുത്ത സംഭാവനയാണ് കൈസർ ഇ ഹിന്ദ് ബഹുമതി. ഇത് നമ്മള് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് തിരിച്ചു കൊടുത്തു, അല്ലെ? ഗാന്ധിജി ആരംഭിച്ച മറ്റൊരു പ്രസ്ഥാനമാണ് ഫിനിക്സ് സെറ്റിൽമെന്റ്. അൺഡു ദ ലാസ്റ്റ് എന്ന കൃതിയിലൂടെ പ്രചോദനം കൊണ്ട് ഫിനിക്സ് സെറ്റിൽമെന്റ് 1904 ഗാന്ധിജി ഡർബനിൽ, ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ, ഇതൊക്കെ പഠിച്ചു വെക്കണേ സ്ഥലം, ഡർബനിൽ. അതുപോലെ ഗാന്ധിജി ആരംഭിച്ചത് ടോൾസ്റ്റോയി ഫാം. 1910 ജോഹന്നാസ്ബർഗിൽ ആരംഭിച്ചതാണ് ടോൾസ്റ്റോയി ഫാം. അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച 2 സംരംഭങ്ങൾ ഏതൊക്കെയാണ്? ഫിനിക്സ് സെറ്റിൽമെന്റും ടോൾസ്റ്റോയി ഫാം. ഫിനിക്സ് സെറ്റിൽമെന്റ് ഡർബനിലും ടോൾസ്റ്റോയി ഫാം ജോഹന്നാസ്ബർഗിലുമാണ്. അതുപോലെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി രൂപം നൽകിയ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഒരു സംഘടനയാണ്. വർണ്ണ വിവേചനത്തിനെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഫുട്ബോൾ ക്ലബ്ബ് ആരംഭിച്ചു. അതിന്റെ പേര് പാസീവ് റെസിസ്റ്റേഴ്സ് എന്നാണ്. അപ്പൊ ഗാന്ധിജിയുടെ പ്രേരണയാൽ സൗത്ത് ആഫ്രിക്കയിൽ വന്ന ഫുട്ബോൾ ക്ലബ്ബ് പാസീവ് റെസിസ്റ്റേഴ്സ്. ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പീറ്റർ മാറ്റിസ്ബർഗ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഗാന്ധിജി ഇറക്കി വിട്ടു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചത് 14 ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ചോദിച്ചാൽ 15 ജനുവരി 9 ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. അപ്പൊ തിരിച്ച വർഷം ചോദിച്ചാൽ 14, തിരിച്ചെത്തിയത് ഇന്ത്യയിൽ എത്തിയ വർഷം ചോദിച്ചാൽ 15 ജനുവരി 9 ഇനി ഗാന്ധിയും വധവുമായി ബന്ധപ്പെട്ട PSC ചോദ്യങ്ങൾ. 48 ജനുവരി 30 ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഗാന്ധിജി മരിക്കുന്നത്. ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചാണ് വെടിയേറ്റ് വീഴുന്നത്. ഘാതകൻ നാഥുറാം വിനായക ഗോഡ്സെയാണ്. അതിന്റെ വിധി പ്രഖ്യാപിച്ചത്, അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധി പ്രഖ്യാപിച്ച ജഡ്ജിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്, AC അഗർവാൾ, ആത്മചരൺ അഗർവാൾ. അപ്പം ഗാന്ധി വധക്കേസിലെ വിധി പ്രഖ്യാപിച്ച ജഡ്ജിയുടെ പേരെന്താണ്? ആത്മചരൺ അഗർവാൾ. ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റിയ മറ്റൊരു വ്യക്തി നാരായൺ ദത്താത്രേ ആംദെയാണ്. ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റിയ മറ്റൊരു വ്യക്തി നാരായൺ ദത്താത്രേ ആംദെയാണ്. ഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷൻ ഗോപാൽ സ്വരൂപ് പതക് കമ്മീഷൻ. ഇതിന്റെ പാളിച്ച അന്വേഷിച്ചത് കപൂർ കമ്മീഷൻ. അപ്പൊ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട 2 കമ്മീഷൻ ഏതൊക്കെയാണ്? ഗോപാൽ സ്വരൂപ് പതക് കമ്മീഷനും കപൂർ കമ്മീഷനുമാണ്. ഇനി ഗാന്ധിജിയെ കുറിച്ച് കുറച്ചുപേർ പ്രധാന കൃതികൾ, ഒത്തിരി കൃതികളുണ്ട്, അതിലെ പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ഞാൻ കണ്ടിട്ടുള്ള കൃതികൾ എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കൃതി എഴുതിയത് വള്ളത്തോൾ. ഗാന്ധിജിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കൃതി എഴുതിയത് വള്ളത്തോൾ. ഗാന്ധിജിയെ കുറിച്ച് ആരമ്മേ ഗാന്ധി എന്ന കൃതി എഴുതിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആരമ്മേ ഗാന്ധി, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഗാന്ധിജിയെ കുറിച്ച് പ്രശസ്തമായ കാന്ത
കാന്തപുര എന്ന നോവൽ എഴുതിയത് രാജാറാവു. ഗാന്ധിയും അരാജകത്വവും നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിയും അരാജകത്വവും, ചേറ്റൂർ ശങ്കരൻ നായർ, സി ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും. ഗാന്ധിയും ഗോഡ്സെയും, NV കൃഷ്ണവാര്യർ. ഗാന്ധിയും ഗോഡ്സെയും എന്ന കൃതി എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യർ. ഐ ഫോളോ മഹാത്മാ, KM മുൻഷി. വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ, RK നാരായണൻ. ഐ ഫോളോ മഹാത്മാ, KM മുൻഷി. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ, RK നാരായൺ. ധർമ്മസൂര്യൻ, അക്കിത്തം. ഗാന്ധി ഇൻ ചമ്പാരൻ, TG തെണ്ടുൽക്കർ. ഗാന്ധി ഇൻ ചമ്പാരൻ, TG തെണ്ടുൽക്കർ. ഇത്രയും ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ധർമ്മസൂര്യൻ അക്കിത്തത്തിന്റെ കൃതിയാണ് ധർമ്മസൂര്യൻ. ഓക്കെ, ഇനി കുറച്ച് ഗാന്ധിമാരാരൊക്കെയാണ്? വേദാരണ്യം ഗാന്ധി, C രാജഗോപാലാചാരി. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് കൊണ്ട് വേദാരണ്യം ഗാന്ധി എന്ന വിശേഷണം C രാജഗോപാലാചാരി. കേരള ഗാന്ധി, K കേളപ്പൻ. ആധുനിക ഗാന്ധി എന്ന് വിളിക്കുന്നത് ബാബ ആംതെയാണ്. അതിർത്തി ഗാന്ധി ആരാ? അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. ഡൽഹി ഗാന്ധി C കൃഷ്ണൻ നായർ. അപ്പം വേദാരണ്യം ഗാന്ധി C രാജഗോപാലാചാരി, കേരള ഗാന്ധി K കേളപ്പൻ, ആധുനിക ഗാന്ധി ബാബ ആംദെ, അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ, മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ, ഡൽഹി ഗാന്ധി C കൃഷ്ണൻ നായർ. ഇനിയുണ്ട്, ഇനി ഏറ്റവും ഫേമസ് ഉണ്ട് ബീഹാർ ഗാന്ധി. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി. ഉത്തർപ്രദേശ് ഗാന്ധി പുരുഷോത്തം ദാസ് ടണ്ടൻ. രാജർഷി എന്നൊരു അപരനാമം അദ്ദേഹത്തിനുണ്ട്, പുരുഷോത്തം ദാസ് ടണ്ടൻ. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്. മാർട്ടിൻ ലൂതർ എന്നല്ല, മാർട്ടിൻ ലൂതർ കിങ്. ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട. അപ്പൊ അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്, ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല. ഉണ്ടോ, രണ്ട് തിരിഞ്ഞു പോരുത്. ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട, ദക്ഷിണാഫ്രിക്കൻ ഗാന്ധിയാണ് നമ്മുടെ നെൽസൺ മണ്ടേല. കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്തെ. ഓർത്ത് വെച്ചിരുന്നാൽ മതി, ജോമോ കെനിയാത്തെ. അടുത്ത ചോദ്യം നോക്കേ. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഗാന്ധിജി ആരംഭിച്ച 3 സമര രീതികൾ ഏതൊക്കെ? ഗാന്ധിജി പരീക്ഷിച്ച 3 സമര രീതികൾ: സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം. ഇത് തെറ്റരുത്. സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? കൊൽക്കത്തയിലെ നവഖാലിയിൽ ഒരു ചേരി പ്രശ്നം ഒത്തുതീർപ്പാക്കാനായിട്ട് പോയതാണ്. ഗാന്ധി ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിലല്ലേ സ്വാതന്ത്ര്യം കൊടുത്തത്, മൗണ്ട് ബാറ്റൻ പ്രഭു. അപ്പം ആ സമയത്ത് ഗാന്ധിജി ഇല്ലായിരുന്നു, കൊൽക്കത്തയിലെ നവഖാലിയിലായിരുന്നു. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 17-ൽ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഗാന്ധിജി ചമ്പാരനിലേക്ക് ക്ഷണിച്ച ഒരു പ്രാദേശിക നേതാവ്. അപ്പൊ നീലം കർഷകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയായിരുന്നു. അപ്പൊ അത് ഗാന്ധിജിയാണ് ക്ഷണിച്ചത്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. അഹമ്മദാബാദ് തുണിമിൽ സമരമുണ്ടല്ലോ, ഈ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാനായി ഗാന്ധിജി അങ്ങോട്ട് ആവശ്യപ്പെട്ട വ്യക്തി അനസൂയ സാരാഭായി എന്ന് പറയുന്നതാണ്. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഗാന്ധിജിയോട് ആവശ്യപ്പെട്ട വ്യക്തി അനസൂയ സാരാഭായി. ഇന്ത്യയിലെ ആദ്യത്തെ നികുതി നിഷേധ പ്രചരണത്തിനായി ഗാന്ധിജി നയിച്ച സമരം 18-ലെ ഖേദാ സമരം. ഇതൊക്കെ ചോദിക്കുന്നതാണ്. നികുതി നിഷേധ പ്രചരണത്തിലെ ഗാന്ധിജി തുടങ്ങിയ ആദ്യ സമരം ഏതാ? 18-ലെ ഗുജറാത്തിലെ ഖേദാ സമരം. 18-ലെ ഖേദാ സമരത്തിൽ ഗാന്ധിജിയുടെ എതിരാളി, ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി സർദാർ വല്ലഭായ് പട്ടേല. അപ്പൊ 18-ലെ ഖേദാ സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ഗാന്ധിജി തിരിച്ചു നൽകിയ ബഹുമതി 1919 ഏപ്രിൽ 13-നല്ലേ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതിനെ തുടർന്ന് തിരിച്ചു കൊടുത്തത് കൈസർ ഇ ഹിന്ദ് ബഹുമതി. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമെന്ത്? 22-ലെ ചൗരി ചൗര സംഭവം. ഉറപ്പായിട്ട് വരുമെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണ്? 22-ലെ ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ അല്ല, ഗരഖ്പൂർ അല്ലെ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ഇത് നടക്കുന്നത്. ഗാന്ധിജിയെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതിനെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിളിച്ചു. കാരണം ഈ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഹിമാലയൻ മണ്ടത്തരം എന്നാണ് ഗാന്ധിജി വിളിച്ചത്. പക്ഷേ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിളിച്ചത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി
2022 മാർച്ച് 18 തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ജഡ്ജി CN ബ്രൂഫീൽഡ് ആണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് 22 മാർച്ച് 18 ഗാന്ധിജിയെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് CN ബ്രൂഫീൽഡ് എന്ന് 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലുണ്ട് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് ഗാന്ധിജി പറഞ്ഞു വിട്ടത് വിനോബ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ രാഷ്ട്രീയം ഒന്നും വേണ്ട, നിരീക്ഷകനായിട്ട് ഗാന്ധിജി പറഞ്ഞു വിട്ടത് ആരെയെന്ന് ചോദിച്ചിട്ടുണ്ട്, വിനോബ ഭാവെ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഏതിലാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ വർഷം. അപ്പൊ റിസർവ് ബാങ്ക് ഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കിയത് 96-ലാണ്. ഗാന്ധിജിക്ക് ഹരിജൻ എന്ന വാക്ക് കൊടുത്തത് നരസിംഹ മേത്തയാണ്. ഓർമ്മയുണ്ടോ നരസിംഹ മേത്ത? വൈഷ്ണവ ജനതോ എന്ന ഗാനം എഴുതിയത് ആരെന്ന് ചോദിച്ചിട്ടില്ലേ? ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമല്ലേ വൈഷ്ണവ ജനതോ എന്നും പറഞ്ഞൊരു ഗാനം. അത് എഴുതിയത് നരസിംഹ മേത്ത. ഇദ്ദേഹത്തിൽ നിന്നാണ് ഹരിജൻ എന്ന വാക്ക് ഗാന്ധിജിക്ക് കിട്ടുന്നത്. ഇനി ഗാന്ധിജിക്ക് സത്യാഗ്രഹം എന്ന വാക്ക് കിട്ടുന്നത് മകൻലാൽ ഗാന്ധിയിൽ നിന്നാണ്. മകൻലാൽ ഗാന്ധിജി. ഗാന്ധിജിക്ക് നിയമലംഘന പ്രസ്ഥാനം എന്ന ആശയം കിട്ടുന്നത് ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. ബ്രിട്ടീഷുകാരനായ ഹെൻറി ഡേവിഡ് തോറോയിൽ നിന്നാണ് ഗാന്ധിജിക്ക് നിയമലംഘന പ്രസ്ഥാനം എന്ന ആശയം കിട്ടുന്നത്. ഗാന്ധിജിയാണ് ആൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് ഗാന്ധിജിയാണ് തെരഞ്ഞെടുത്തത്. മഹാത്മാഗാന്ധി കീ ജയ് എന്ന് തുടങ്ങുന്ന ആർട്ടിക്കിൾ 17 അല്ലെ? ഐത്തം തൊട്ടുകൂടായ്മ ആർട്ടിക്കിൾ 17 അല്ലേ? മഹാത്മാഗാന്ധി കീ ജയ് എന്ന് തുടങ്ങുന്ന മൗലികാവകാശ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. ഗാന്ധി സമാധാന പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തി കെനിയൻ ഗാന്ധിയായ ജൂലിയസ് നരേരയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡുകളും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ തപാൽ സ്റ്റാമ്പുകളിലും വന്നത് ഗാന്ധിജിയാണ്. ഏറ്റവും കൂടുതൽ റോഡുകൾ ആരുടെ പേരിൽ? ഗാന്ധിജിയുടെ പേരിൽ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ തപാൽ സ്റ്റാമ്പുകളിൽ വന്നതും ഗാന്ധിജിയാണ്. ഗാന്ധിജിക്ക് നോബൽ സമ്മാനത്തിന്റെ നാമനിർദ്ദേശം 5 തവണ ലഭിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ജീവചരിത്രം ഒരു ഫ്രഞ്ച് നോവലിസ്റ്റ് എഴുതിയിട്ടുണ്ട്, റോമേൻ റോളൻഡ്. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ആരാണ്? റോമേൻ റോളൻഡ്. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ മലയാളി ആരെന്ന് ചോദിച്ചിട്ടില്ലേ? അതാരാണ് മലയാളി? അത് നമ്മുടെ ആരെന്ന് ചോദിച്ചാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പൊ ഗാന്ധിജിയുടെ ചരിത്രം എഴുതിയ മലയാളി ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണൻ. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് JC കുമാരപ്പ. എക്കണോമിക്സിൽ പഠിക്കുന്നതാ. ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീനാരായണ അഗർവാൾ. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ JC കുമാരപ്പ, ഗാന്ധിയൻ പദ്ധതി ശ്രീനാരായണ അഗർവാൾ. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പൊ ഗാന്ധി ജയന്തി ദിനത്തോടൊപ്പം ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിയെ കുറിച്ച് മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമ സംവിധാനം ചെയ്തത് ശ്യാം ബെനഗലാണ്. ശ്യാം ബെനഗൽ. ഗാന്ധിയെ കുറിച്ച് മദർ ഇന്ത്യ എന്ന പ്രശസ്ത കൃതി എഴുതിയത് കാതറിൻ മയോ. ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വാർഷികത്തിൽ വന്ന സംഘടനയാണ് NSS. 1969 NSSന്റെ പൂർണ്ണരൂപം നാഷണൽ സർവീസ് സ്കീമാണ്. അത് ജന്മശതാബ്ദി 1869 ജനിച്ചു. 1969 NSS വന്നു. ഗാന്ധിജിയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 48. ഗാന്ധിജിയുടെ ആദ്യ തപാൽ സ്റ്റാമ്പ് 1948 വന്നത്. അപ്പൊ ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ മലയാളി ആരാണ്? അത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അതും കൂടെ ഒന്ന് എഴുതി പഠിച്ചു വെച്ചിരിക്കണേ. ഇത്രയാണ് മെയിൻ ആയിട്ട് ഞാൻ കണ്ടത്. പരീക്ഷയുടെ ഒരു 5 വർഷത്തെ ചോദ്യ പേപ്പർ ഇങ്ങനെ മറിച്ച് നോക്കിയതിലൊക്കെ കണ്ടിട്ടുള്ള ചോദ്യങ്ങളും അതുമായി കണക്റ്റഡ് ഫാക്ട്സുകളാണ് എഴുതിയത്. ഇച്ചിരി കൂടി പോയോ എന്നോ, എന്നാലും ഒരു ഇച്ചിരി നേരത്തെ സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് പഠിച്ചുകൂടെ ഇരുന്നത്. നമുക്ക് ജൂൺ ജൂലൈയിലൊക്കെ അല്ലേ ഉള്ളൂ പരീക്ഷ. അതുകൊണ്ട് കിട്ടുന്ന പോർഷൻസ് ഫ്രീ കിട്ടുന്ന സമയത്ത് അങ്ങ് പഠിച്ചു തീർക്കുക കേട്ടോ. ഇതുപോലെ ഓരോ ടോപ്പിക് ബേസ് വെച്ച് റിവിഷൻ കൊണ്ടുവരാം. ഒത്തിരി സന്തോഷം. നിങ്ങളുടെ കമന്റുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങ് സന്തോഷമാണ്. ഓരോരുത്തർ പറയുന്നത് അത് മതി. അത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം വരാനും പിന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ജോലി കിട്ടി കാണാനുമുള്ള ആഗ്രഹമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നല്ല റാങ്കുകൾ കിട്ടട്ടെ എന്നും പഠിക്കുന്നവരും അർഹതപ്പെട്ടവരും എത്രയും പെട്ടെന്ന് ജോലി കിട്ടി പോകട്ടെ എന്ന് പറയുന്നു. കാരണം വർഷങ്ങൾ പോകുന്തോറും ടെൻഷനുമാണ്, ഓരോരോ പ്രശ്നങ്ങളും വരുത്തതേ ഉള്ളൂ അല്ലെ. അപ്പം മുന്നോട്ടുള്ള യാത്രകളിൽ പ്രാർത്ഥനകളും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരിക്കും. പോയിരുന്ന് നല്ലോണം പഠിക്കുക. നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.